നമസ്കാരം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ മുഖ്യ പങ്കാളിയായ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾ ഇപ്പോൾ അങ്ങേയറ്റം കർശനമാക്കുകയാണ്. കരിമണൽ ഖനന കമ്പനിയായിട്ടുള്ള CMRലും വീണയുടെ ഉടമസ്ഥതയിലുള്ള IT സംരംഭമായിട്ടുള്ള എക്സാലോജിക് കൺസൾട്ടൻസും തമ്മിൽ നടന്ന സാമ്പത്തിക ഇടപാടുകളിലെ കള്ളപ്പണ സാന്നിധ്യവും പണത്തിൻ്റെ യഥാർത്ഥ ഉറവിടവും കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ED ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കേസ് നേരത്തെ വിശദമായിട്ട് അന്വേഷിച്ച സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് SFIO കണ്ടെത്തിയ മുഴുവൻ ഡിജിറ്റൽ രേഖകളും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകളും ഒക്കെ തന്നെ ഇതിനോടകം തന്നെ ED തങ്ങളുടെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ നിർണായക വിവരങ്ങളൊക്കെ തന്നെ ആദായനികുതി വകുപ്പിൻ്റെ അത്യാധുനിക സൈബർ ഫോറൻസിക് ഓഡിറ്റിംഗ് വിദഗ്ധരുടെയൊക്കെ തന്നെ സഹായത്തോടുകൂടി പുനഃപരിശോധിക്കാനാണ് ഏജൻസിയുടെ തീരുമാനം. ആരോപണ വിധേയരുടെ പങ്ക് സംശയാതീതമായിട്ട് തെളിയിക്കുന്നതിനുള്ള ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ നീക്കമെന്നും വരും ദിവസങ്ങളിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നിയമ നടപടികളിലേക്ക് അന്വേഷണം നീങ്ങുമെന്ന സൂചനകളുമാണ് ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും പുറത്തു വരുന്നത്. കേസിൽ ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വരുന്നതും രാഷ്ട്രീയ വൃത്തങ്ങളെ പിടിച്ചുലയ്ക്കുന്നതുമായിട്ടുള്ള ഒരു പ്രധാന വെളിപ്പെടുത്തൽ വീണ വിജയനെ വിദേശത്തുണ്ടായിരുന്നതായി പറയപ്പെടുന്ന ബാങ്ക് അക്കൗണ്ടുകളെക്കുറിച്ചുള്ളതാണ്. UAE ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ വീണ വിജയൻ്റെ പേരിൽ രഹസ്യ അക്കൗണ്ട് ഉണ്ടായിരുന്നുവെന്ന ഗൗരവമേറിയ ആരോപണം BJP നേതാവ് ഷോൺ ജോർജാണ് തെളിവുകൾ സഹിതം ആദ്യമായിട്ട് പൊതുവേദിയിൽ ഉന്നയിച്ചത്. വിവാദ കമ്പനികളായിട്ടുള്ള SNC ലാവലിൻ, പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് തുടങ്ങിയ പ്രമുഖ ആഗോള കോർപ്പറേറ്റുകളിൽ നിന്നും കോടിക്കണക്കിന് രൂപയുടെ വിദേശ പണം ഈ അക്കൗണ്ടിലേക്ക് എത്തിയതായിട്ടാണ് പരാതിയിൽ വ്യക്തമാക്കുന്നത്. വീണ വിജയൻ, സുനീഷ് എന്നിവർ സംയുക്തമായി കൈകാര്യം ചെയ്തിരുന്ന ഈ അക്കൗണ്ട് വലിയ വിവാദങ്ങൾക്ക് പിന്നാലെ 2019 പെട്ടെന്ന് ക്ലോസ് ചെയ്യപ്പെടുകയും അതിലുണ്ടായിരുന്ന അവശേഷിക്കുന്ന തുക മുഴുവൻ സുനീഷിൻ്റെ വ്യക്തിഗത അക്കൗണ്ടിലേക്ക് മാറ്റപ്പെടുകയുമാണ് ഉണ്ടായത്. ഈ ബാങ്ക് അക്കൗണ്ടിലെ വിവരങ്ങൾ പരിശോധിക്കാൻ ശ്രമിച്ച മലയാളി ജീവനക്കാർക്ക് ബാങ്കിൽ നിന്നും ജോലി നഷ്ടപ്പെടേണ്ടി വന്നുവെന്ന വിവരവും ഈ വിവാദത്തിൻ്റെയൊക്കെ തന്നെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതാണ്. ഈ വിദേശ ബാങ്ക് ഇടപാടുകളെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ സംസ്ഥാനത്തെ ഒരു പ്രമുഖ പ്രവാസി വ്യവസായിയുടെ ഇടപെടൽ ഉണ്ടായതായിട്ടാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെ ഈ കേസ് അന്വേഷിച്ചിരുന്ന SFIO സംഘം UAEയിലെ അക്കൗണ്ട് വിവരങ്ങളൊക്കെ തന്നെ ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെടാൻ നീക്കം നടത്തിയിരുന്നുവെങ്കിലും ഭരണകക്ഷിയുമായി അടുത്ത വ്യക്തിബന്ധമുള്ള ഈ വ്യവസായി തൻ്റെ രാഷ്ട്രീയ സാമ്പത്തിക സ്വാധീനം ഉപയോഗിച്ച് UAE സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുകയും ആ അന്വേഷണം അട്ടിമറിക്കുകയും ചെയ്തു എന്നാണ് ഉയർന്നു വരുന്ന വിവരം. EDയുടെയും SFIOയുടെയും ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്ത സംയുക്ത അവലോകന യോഗത്തിലാണ് ഈ അട്ടിമറി ശ്രമത്തിൻ്റെ വിശദാംശങ്ങൾ ആദ്യമായിട്ട് വെളിപ്പെടുത്തപ്പെട്ടത്. ഇടതുപക്ഷ നേതൃത്വവുമായിട്ട് ദൃഢമായ ബന്ധമുള്ള ഈ പ്രമുഖ പ്രവാസി വ്യവസായി ആരാണെന്ന കാര്യം മാധ്യമ റിപ്പോർട്ടുകളിലും വ്യക്തമല്ലെങ്കിലും അന്വേഷണം നിർണായക ഘട്ടത്തിലെത്തിയപ്പോൾ ഉണ്ടായ ഈ തടസ്സം കേന്ദ്ര ഏജൻസികൾ ഗൗരവത്തോടെയാണ് ഇപ്പോൾ കാണുന്നത്. എന്നിരുന്നാലും മുൻപുണ്ടായ അന്വേഷണ തടസ്സങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും പരിഹരിച്ചുകൊണ്ട് ശക്തമായ ബദൽ സംവിധാനങ്ങളിലൂടെ മുന്നോട്ട് പോകാനാണ് ED ഡയറക്ടർ രാഹുൽ നവീൻ ഇപ്പോൾ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന കർശന നിർദ്ദേശം. ഇതിൻ്റെ ഭാഗമായി UAEയിലെ വിവാദ ബാങ്ക് അക്കൗണ്ടുകളുടെ കൃത്യമായിട്ടുള്ള വിവരങ്ങളും സ്റ്റേറ്റ്മെൻറ്റുകളും ഒക്കെ തന്നെ ലഭ്യമാക്കുന്നതിനായിട്ട് ED വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ നേരിട്ടുള്ള സഹായം ഇപ്പോൾ തേടിക്കഴിഞ്ഞു. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വഴി ന്യൂഡൽഹിയിലുള്ള UAE എംബസിയുമായി ഔദ്യോഗിക ചാനലുകളിലൂടെ ചർച്ചകളൊക്കെ തന്നെ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇത് അന്താരാഷ്ട്ര സാമ്പത്തിക കുറ്റകൃത്യ അന്വേഷണ ഉടമ്പടികളുടെയൊക്കെ തന്നെ പരിധിയിൽ കൊണ്ടുവരാനാണ് നീക്കം. മാത്രമല്ല, പിണറായി വിജയൻ്റെ മകനും വീണയുടെ സഹോദരനുമായ വിവേക് കിരണിന് ഈ വിദേശ ബാങ്ക് ഇടപാടുകളിലും UAEയിലെ ബിസിനസ് ശൃംഖലകളിലുമൊക്കെ ഉള്ള പങ്കിനെക്കുറിച്ചും കേന്ദ്ര ഏജൻസികൾ നിലവിൽ ഇപ്പോൾ സമാന്തരമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. വിദേശ അക്കൗണ്ടുകൾക്ക് പുറമെ അന്വേഷണ സംഘത്തെ പോലും അമ്പരപ്പിച്ച മറ്റൊരു പ്രധാന കണ്ടെത്തൽ ഇവർ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ബാങ്ക് ലോക്കറുകളെ കുറിച്ചുള്ളതാണ്. മുൻപ് നടന്ന ചോദ്യം ചെയ്യലുകളിലോ സമർപ്പിച്ച സ്വത്ത് വിവരങ്ങളിലോ വീണ വിജയനോ CMRL മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തയോ തങ്ങൾക്ക് ബാങ്ക് ലോക്കറുകൾ ഉള്ളതായിട്ട് എവിടെയും വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ED നടത്തിയ ആഴത്തിലുള്ള ബാങ്കിംഗ് ഓഡിറ്റിൽ 2 വർഷം മുൻപ് വരെ ഇവർ സ്ഥിരമായിട്ട് തുറക്കുകയും ഇടപാടുകൾ നടത്തുകയും ചെയ്തിരുന്ന 7 പ്രധാന ബാങ്ക് ലോക്കറുകളുടെ വിവരങ്ങൾ പുറത്തു വന്നു. ഈ ലോക്കറുകളുടെ വാർഷിക ഫീസ് ഇപ്പോഴും ഇവരുമായി നേരിട്ട് ബന്ധമുള്ള വ്യക്തികൾ അവർ കൃത്യമായിട്ട് ബാങ്കുകളിൽ അടയ്ക്കുന്നുണ്ടെന്ന കണ്ടെത്തലാണ് ഈ അന്വേഷണത്തിൽ ഇപ്പോൾ നിർണായക വഴിത്തിരിവായത്. നിലവിൽ ഈ ലോക്കറുകളിൽ സൂക്ഷിച്ചിരുന്ന വിലപിടിപ്പുള്ള രേഖകൾ, സ്വർണം അല്ലെങ്കിൽ കള്ളപ്പണ ഇടപാടുകളുടെ മറ്റ് തെളിവുകൾ എന്നിവയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ED ബാങ്ക് അധികൃതരിൽ നിന്നും ഇപ്പോൾ ശേഖരിച്ചു വരികയാണ്. ഈ പശ്ചാത്തലത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിലെ അതീവ ഗുരുതരമായിട്ടുള്ള 50-ാം വകുപ്പ് പ്രകാരം എക്സാലോജിക്ക് CMRL എന്നീ 2 കമ്പനികളുടെയും ഉടമകൾക്കും ഉയർന്ന ഉദ്യോഗസ്ഥർക്കും അടിയന്തരമായിട്ട് സമൻസ് അയക്കാനാണ് ED ഇപ്പോൾ ഒരുങ്ങുന്നത്. ഈ വകുപ്പ് പ്രകാരം നൽകുന്ന സമൻസുകൾക്ക് ഒരു സിവിൽ കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിന് തുല്യമായ നിയമസാധ്യതയുള്ളതിനാൽ തന്നെ ഏജൻസി ആവശ്യപ്പെടുന്ന രേഖകൾ ഹാജരാക്കുന്നതിൽ നിന്നും ആർക്കും വിട്ടുനിൽക്കാനായിട്ട് സാധിക്കില്ല. സാധാരണ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ നൽകുന്ന മൊഴികൾ പിന്നീട് കോടതിയിൽ മാറ്റിപ്പറയാനായിട്ട് നിയമപരമായിട്ട് സാധിക്കുമെങ്കിലും ED ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ സത്യപ്രതിജ്ഞ ചെയ്ത് നൽകുന്ന മൊഴികൾ വിചാരണ ഘട്ടത്തിൽ നേരിട്ടുള്ള തെളിവായിട്ട് കോടതി സ്വീകരിക്കും എന്ന പ്രത്യേകതയുണ്ട്.
അതുകൊണ്ട് തന്നെ നിലവിലെ നിശബ്ദതയ്ക്ക് ശേഷം ED ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നതോടെ മുൻ മുഖ്യമന്ത്രിയുടെ കുടുംബവും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട കമ്പനികളും നിയമപരമായി തന്നെ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത് എന്നാണ് നിയമവിദഗ്ധർ ഇവിടെ വിലയിരുത്തുന്നത്.